कुशल चिरजीवन प्रसुत भरित मंजुळतर शृंगारे संचारे अधर रुचित मधुरित बग सुधन गनग प्रशम निरत बांधव्ये मांगल्ये मम तम सरि समरस सख मुख मन सुख सुमन लयित सुसुत सहित कामं विरह ललित भामं आनंद मोहं आजीवकालं आशानुबन्धं कालानुकालं दैवानुकूलं काम्याच सिद्धिं कामये. കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂറിലെ കൊട്ടാര കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലെത്തി 120 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറാൻ പോവുകയാണ്. ഇതാണ് പബ്ലിക്കിനുള്ള ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ പേര് അംബാവിലാസ് ഗേറ്റ് എന്നാണ്. കൊട്ടാരത്തിന് മൊത്തം 5 ഗേറ്റാണ് ഉള്ളത്. ഇതാണ് പബ്ലിക്കിനുള്ള ഗേറ്റ്. പിന്നെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ മുടി എവിടെ പോയി എന്ന് ചോദിച്ച് എന്നെ വിഷമിപ്പിക്കല്ലേ. ഈ ബാഗ് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആ ഷോപ്പിംഗ് നടത്തിയില്ലേ, അവിടുന്ന് ഞാൻ 250 റുപ്പീസ് കൊടുത്തതാണ്. അപ്പോൾ ഇന്ത്യയിൽ താജ്മഹലാണ് ഏറ്റവും കൂടുതൽ ചരിത്ര ബിൽഡിംഗ് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഇത് 14ാം നൂറ്റാണ്ടിലാണ് ആദ്യം കൊട്ടാരം പണിഞ്ഞത്. അന്ന് തടിയിലായിരുന്നു മൊത്തത്തിൽ. അത് 1638 ഇടിമിന്നലിൽ കുറേയൊക്കെ നശിച്ചു പോയി. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ മൈസൂർ കീഴടക്കിയ ആ ഒരു സമയത്ത് ഇത് മൊത്തത്തിൽ നശിപ്പിച്ച് വേറൊരു കൊട്ടാരം പണി കഴിപ്പിച്ചു. പിന്നീട് 1799 ടിപ്പുവിൻ്റെ മരണശേഷം വോഡയാർ രാജവംശം തിരിച്ചു വരികയോടെ അങ്ങനെ അവർ ഹിന്ദു സ്റ്റൈലിലൊരു കൊട്ടാരം പണിഞ്ഞു. അവിടെ 1897 ഒരു രാജകുമാരിയുടെ കല്യാണ സമയത്ത് തീപിടുത്തത്തിൽ മൊത്തത്തിൽ നശിച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ കൊട്ടാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിൻ്റെ നേതൃത്വത്തിൽ പണിയെഴുപ്പിച്ചത് 1912 ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിൽ. അതായത് ഇതിൽ നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആൽബർട്ട് ഹോൾ മ്യൂസിയം. ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാൻ ജയ്പൂരിൽ. അവിടെ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള മമ്മി, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മമ്മിയെ കാണാൻ കിട്ടും. ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൽ, ഈ മെയിനായിട്ട് കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ചെരുപ്പ് അലൗഡ് അല്ല കേട്ടോ. കൊട്ടാരത്തിനകത്ത് നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല. വെറും 2 രൂപ കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു ചാക്ക് തരും. ഇതിൽ നമ്മുടെ ചെരുപ്പ് നമ്മളെ അവിടെ സൂക്ഷിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ആദ്യം കയറുമ്പോൾ കാണുന്ന പീരങ്കികളാണ്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ്. പിന്നെ നമ്മുടെ സമയം 1 മണിക്കൂറേ ഉള്ളൂ. 4:30 തൊട്ട് 5:30 വരെ കണ്ടോ. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി. അതിന് സോറി. ഈ ഒരു ഏരിയയ്ക്ക് ഡോൾസ് പവലിയൻ എന്നാണ് പറയുന്നത്. തടിയുടെ ഒരു കൊട്ടാരത്തിൻ്റെ മോഡൽ നമുക്ക് അവിടെ കാണാൻ കിട്ടും. അതുപോലെ തന്നെ ദസറയ്ക്ക് എഴുന്നള്ളിച്ചിരുന്ന സ്വർണ്ണ അമ്പാനി 80 കിലോ സ്വർണ്ണ തകിടിൽ 750 കിലോയോളം ഭാരമുള്ള ഒരു ഇത് നമുക്കതവിടെ കാണാൻ കിട്ടും. അന്ന് രാജാവായിരുന്നെങ്കിൽ ഇന്ന് അത് ദേവിയാണ് ദസറയ്ക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. ഇത് ശരിക്കുള്ള ആനയാട്ടോ. ബന്ദിപ്പൂർ ഏരിയയിൽ ആക്രമണത്തിന് ഇറങ്ങിയ 2 ആന, 2 ഉണ്ട്. ഇത് ഒരെണ്ണത്തിൻ്റെ പടയെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. രാജാവ് അതിനെ പോയി വേട്ടയാടി അതിൻ്റെ തല വെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് ഉണ്ടായത്. ഇന്നും ഇത് എല്ലാ ഇയറിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തും, ഇത് ചീത്തയാവാതിരിക്കാൻ. കണ്ടപ്പോഴേ ആദ്യം വിചാരിച്ചു ഇതൊന്നും ശരിക്കും ഒരു റിയൽ ആന ആണല്ലോ. പിന്നീട് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് കണ്ടത് ശരിക്കുള്ള ആന എന്നത്. 2 ആനയുണ്ടായിരുന്നു. ഞാൻ ഒരാനയുടെ പടം എടുത്തു. അടുത്തതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ കല്യാണ മണ്ഡപം. അയ്യോ എന്നാ ഭംഗിയാണെന്നോ കാണാൻ. ഞങ്ങൾ സമയം ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റൊക്കെ അകത്തിട്ട് തുടങ്ങി. നമ്മുടെ ഒരു 1 മണിക്കൂറിൽ കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും വേണം ഇവിടെ മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് വരാൻ. അവിടുത്തെ പണികളെന്നൊക്കെ പറഞ്ഞാലും പറയാം, എന്തൊരു രസം. ഭയങ്കര പൊക്കത്തിലാകട്ടോ മണ്ഡപം കാണാൻ. അവിടുത്തെ കൊട്ടാരത്തിലെ റോയൽ ഫംഗ്ഷന്, കല്യാണങ്ങളെല്ലാം ഇവിടെ നടത്തുന്നത്. ഇപ്പോഴും ഇവിടുത്തെ റോയൽ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് ഇപ്പോഴും റോയൽ കൊട്ടാരത്തിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഗ്ലാസ്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് സ്റ്റെയിൻ ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. എന്തൊരു ഭംഗി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ. ഇവിടെ പെടലിയൊക്കെ കഴിക്കും കേട്ടോ. മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിന്ന്. പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു, നമ്മൾ രാത്രിയിലായിരുന്നു ചെന്നുകൊണ്ട്, സന്ധ്യയായല്ലോ, അതുകൊണ്ട് ലൈറ്റ് ഇട്ടു. ഇനി ഡേ ടൈമിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ട് ഡേ ടൈമിൽ കാണുന്ന ഭംഗി രാത്രിയിലെ ഭംഗിയും രണ്ടും കേട്ടോ. ഇതൊക്കെയെന്ന് പറയുന്ന ആ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇരുന്ന് എല്ലായിടും കാണാം. എങ്കിലും നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. അത് ഫുള്ളി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അറിയാമല്ലോ, ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നശിപ്പിക്കുക എന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ താഴെയൊക്കെ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈൽസ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ഒക്ടാണൽ ഷേപ്പിലാണ് അതുള്ളത്. അത് 8 വശങ്ങളുണ്ട് ഇതിന്. ഭയങ്കര രസം, മെയിൻ അട്രാക്ഷൻ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്സ് കേട്ടോ. പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ റിയൽ പെയിൻറ്റിങ്,
ഫോട്ടോസ് നോക്കി അവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റുകൾ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്ത ഒരു ആരും ഒന്ന് നോക്കി നിൽക്കും കേട്ടോ. അതിൽ മുമ്പേ കാണിച്ച അംബാനിയൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ എഴുന്നള്ളിപ്പിച്ച് പോകുന്ന കാണാം. അതുപോലെ ഇത് അന്നത്തെ റോയൽ ആൾക്കാരുടെ ഇത് ഫോട്ടോസാണ്. ഇതെന്ന് പറഞ്ഞത് രവിവർമ്മയുടെ ഒരു പിക്ചറാണ്. വോഡയാർ 4ാം രാജാവിൻ്റെയോ മറ്റോ പടമാണ് ഇത്. അവിടെ കൊട്ടാരത്തിലെ ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടുമല്ലോ, അത് ഇങ്ങനെ ചന്ദന പെട്ടികളിലാണ് വരുന്നത്. അതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഗ്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കാലത്തെ ഒരു ലിഫ്റ്റ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ലാസ്റ്റ് മെയിൻ്റനൻസ് നടക്കുന്ന 1940 അന്ന് സ്ഥാപിച്ചതാവാം. ഇത് സിൽവർ ചെയറുകളും അതുപോലെ തന്നെ ആനക്കൊമ്പിലെ ഒരു കണ്ണാടി. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. വലിയൊരു കോട്ടയാട്. ഇങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. പക്ഷേ ഇതിന് ഒരു ഇച്ചിരി വിഷമമുള്ള കഥയാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അന്നത്തെ രാജാക്കന്മാർ ഈ ഗുസ്തി മത്സരം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ദസറ ടൈമിൽ ഗുസ്തി മത്സരം നടത്തിയിരുന്നു. പക്ഷേ എങ്കിൽ അത് കൈകൊടുത്ത് പിരിവല്ല അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ആളുടെ രക്തം വീണ്, അതായത് മരിക്കും. അങ്ങനെയാണ് അവിടുത്തെ ആ ഒരു രീതി. ആ മത്സരം അവസാനിക്കാൻ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഹുക്ക് പോലെ വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റേഴ്സിലെല്ലാം ഇങ്ങനെ കാർപ്പറ്റ് ഇടുമല്ലോ, കാർപ്പറ്റ് തെന്നാതിരിക്കാനുള്ള ആ ഒരു ഇതാണെന്നാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ സ്റ്റേഴ്സ് കയറി ചെല്ലുമ്പോഴാണ് ദർബാർ ഹാള്. ഇവിടാണ് രാജാവ് പബ്ലിക്കിനെ മീറ്റ് ചെയ്യുന്നത്. എന്തോ രസം. ഇങ്ങോട്ടൊന്നും എൻട്രൻസ് ഇല്ല കേട്ടോ. ആൾക്കാർ ചുരണ്ടി നാശപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇതൊക്കെ നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗ്ലാസ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒരു മിനിമം ഒരു 3 hours എങ്കിലും വേണം നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു തീരാൻ. ഇന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുടെ ഇടിയോടിടി. ഇത് ക്യാമറയുടെ ആ ഒരു ഇതല്ല കേട്ടോ. അത് ആ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 5 കവാടങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രധാന പ്രവേശന കവാടം. ഈ ഒരു കവാടമാണ് പ്രധാന പ്രവേശന കവാടമായിട്ട് കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ജയമാർത്താണ്ഡ എന്നാണ് ആ ഗേറ്റിൻ്റെ പേര്. ഇത് പണ്ടത്തെ കാലത്ത് രാജാവും പരിവാരങ്ങളും ഒക്കെ അതിൽ വഴിയാണ് പോകുന്നത്. ഇപ്പം ദസറ ടൈമിൽ ആന ആ അംബാനിയുടെ പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് ഇങ്ങനെ നഗരപ്രദക്ഷിണമുണ്ട്. അതൊന്നും കാണേണ്ട കാഴ്ചകളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ അകത്തോട്ട് ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ നെറ്റിട്ടിരിക്കുക, കിളികളൊന്നും ഇങ്ങനെ അകത്ത് കയറാതിരിക്കാൻ. അങ്ങനെ ഒരു വ്യൂ ഒന്നും നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് രാജാവ് അന്ന് പബ്ലിക്കിനെ ഇങ്ങനെ മീറ്റ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചുവർ ചിത്രം, എന്തൊരു ഭംഗിയാണെന്നറിയാവോ കാണാൻ. ഇതെല്ലാം നാച്ചുറൽ. ഇത് തന്നെ കാണാൻ മണിക്കൂറുകൾ എടുക്കും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഡീറ്റെയിലിങ് ഒരു രക്ഷയില്ല. ഇതാ ദശാവതാരം. നാച്ചുറൽ കളറൊക്കെ ആകുമ്പോൾ ഒന്ന് ആലോചിക്കണം, എത്ര വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഓരോ പെയിൻറ്റിങ്ങിനും. പിന്നെ എനിക്കിവിടെ ഒരു അപാകത തോന്നിയതാണ്. ഇപ്പം നമ്മൾ ജയ്പൂരിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫോട്ടോകളിലൊക്കെ ഡീറ്റെയിൽഡായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് എഴുതി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഇതുപോലെ വെൽ മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയായിട്ടാണ് സംരക്ഷിച്ച് പോന്നിരിക്കുന്നത്. ഇപ്പോൾ ജയ്പൂരിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കൊട്ടാരങ്ങൾ കണ്ടിട്ടുള്ള ജയ്പൂരിലാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നില്ല. ഇത് അന്നത്തെ പോലെ അവരത് നിലനിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ കാർപ്പറ്റ് ഒന്നും വിരിച്ചിട്ടില്ല. ജയ്പൂരിൽ നമ്മൾ കാണുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചാണ് പോകുന്നത്. ഇത് പിന്നെ അത് നമുക്ക് കാണാൻ കിട്ടുന്നില്ല. എന്നാലും ഒന്നും പറയാനില്ല ഇതിൻ്റെ സംരക്ഷണം കേട്ടോ. ഫോട്ടോകൾ ഇതൊന്നും ഇതിൻ്റെ അടിയിലും എന്തൊക്കെയോ ഇതിൻ്റെ അടിയിൽ പക്ഷേ എങ്കിലും എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വായിക്കാനൊന്നും ഉള്ള സമയവും ഇല്ലായിരുന്നു. പിന്നെ ആൾക്കാർ ഞാൻ പോരാത്തതിന് ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന കാരണം ഇടിച്ച് നമ്മളെയൊക്കെ തെള്ളി മാറ്റി കൊണ്ടുപോകുക. ഇതെന്ന് പറഞ്ഞാൽ തടിയിൽ ഇങ്ങനെ ആനക്കൊമ്പിൽ കാർവ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് ആൾക്കാർ തൊടാതിരിക്കാൻ, വാതിലാണ് തൊടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ് ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്ര താഴ് സിനിമയിൽ ശോഭന ഇങ്ങനെ ഡാൻസ്, ആ ഒരു മൂവിൽ ഡാൻസ് കളിക്കാൻ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണത്തില്ലേ കൊട്ടാരത്തിൻ്റെ ആ സദസ്, അതുപോലെ തോന്നുന്നു. ഇതാണ് രാജാവിൻ്റെ പ്രൈവറ്റ് ദർബാർ. അതായത് സ്പെഷ്യൽ ആൾക്കാരൊക്കെ വരുമ്പോൾ കാണാൻ വിസിറ്റ് ചെയ്യുന്ന. ഇതിൻ്റെ നിലത്തിങ്ങനെ കാർപ്പറ്റ് വിരിക്കും. ഇപ്പോൾ കാർപ്പറ്റ് വിരിച്ചിട്ടില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര സന്തോഷം കണ്ടു. ഞാൻ പകലൊക്കെ ഈ വീഡിയോസൊക്കെ ഉള്ള ഇത് കാണുമ്പോൾ ഈ ഒരു ഭംഗിയില്ല. പകൽ
വെളിച്ചത്തിൽ. ഇതിപ്പോൾ നമ്മൾ വൈകിട്ടായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും എല്ലാം കൂടി എന്ത് പോയതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗി. നമ്മൾ സിനിമകളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, അതുപോലെ. അപ്പോൾ ഇവിടോട്ടുള്ള ഒരു എൻട്രിയാണ്, സിൽവർ ഒരു വാതിലാണ്. അപ്പം ഈ വാതിലിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അത് അവർ ക്ലോസ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു നിലയിൽ നിന്ന് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആനക്കൊമ്പിൻ്റെ ഈ തടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി ഈ വാതിലിൽ കൂടെ ഇറങ്ങിയാണ് നമുക്ക് പുറത്തോട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ വാതിലിൽ കൂടെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴും നമുക്ക് ആദ്യം നമ്മൾ ആ അകത്ത് കണ്ട ആ ഒരു സിൽവർ ഡോറില്ലേ, ആ ഡോറിൻ്റെ മറുവശം നമുക്ക് കാണാൻ കിട്ടും. രാജാക്കന്മാരൊക്കെ ആണെന്നപ്പോൾ ഈ വാതിലിൽ കൂടെ ക്രോസ് ചെയ്ത നമ്മളാ കണ്ട ആ പ്രൈവറ്റ് ദർബാറില്ലേ അവിടോട്ട് കയറുന്നത്. അങ്ങനെ ഈ പടികളും പിന്നീട് ഉണ്ടാക്കിയതാവാം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ണിന് എനിക്ക് സമയം തികഞ്ഞില്ല എന്ന് തന്നെ പറയാം. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ ആനയുടെ ചമയങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്ന് കൊട്ടാരത്തിന് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ ദസറ ടൈമിൽ ആനകളുടെ ഡെക്കറേഷൻ മൊത്തത്തിൽ ഇത് അവരവിടെ കൊടുത്തിട്ടുണ്ട്, പുറത്ത് നിന്ന് നമുക്ക് കാണാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇട്ടാണ് ദസറയുടെ ആ ഒരു ടൈമിൽ ആന ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ച് നോക്കി എന്തോ ആയിരിക്കും ആ ഒരു കാഴ്ച. പല പല കൊട്ടാരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗി ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇതാണ് കണ്ടോ, ഇരുട്ട് വീണ് കഴിഞ്ഞ് ഇനി നമുക്ക് ലൈറ്റ് ഷോ ഉണ്ട്, അത് കാണണം. അപ്പോൾ പക്ഷേ അതിനുള്ള എൻട്രി എന്ന് പറഞ്ഞത് രാത്രി 7 മണിക്കുള്ളൂ. അപ്പം നമ്മൾ 5:30 നമുക്കിപ്പോൾ പുറത്തിറങ്ങണം. ഇവിടെ ഇനി നിൽക്കാൻ സമയമില്ല, ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ആ രാത്രിയിലെ കാഴ്ചകൾ കാണാൻ ഉറപ്പായിട്ട് നിങ്ങൾ വരണേ. അപ്പം ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി.